എന്നെ മറന്നോ ശരത്തെ? ഞാനാടാ നിന്റെ നിത്യക്കുട്ടി. എന്തിനാ എന്താ നിന്നെ കാണാൻ. നീ സുഖമായിട്ട് കിടന്നുറങ്ങുമല്ലേ? ഞാനാണെങ്കിൽ അലഞ്ഞു തിരിയ. എനിക്ക് ശാന്തി കിട്ടണമെങ്കിൽ എന്നെ കൊന്ന് നീ മരിക്കണം. നിന്നെ കൊല്ലാനാ ഞാൻ വന്നത്. കൊല്ലും. ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് ചെയ്യും. മുത്തശ്ശി, അച്ഛാ, മുത്തശ്ശി, അച്ഛാ, അച്ഛാ, മുത്തശ്ശി, എണീക്ക്, അച്ഛാ, മുത്തശ്ശി, കണ്ണു തുറക്ക്, മുത്തശ്ശി, മുത്തശ്ശി, എന്താ പറ്റി? അച്ഛാ, പ്രിയേ, അച്ഛാ, അച്ഛാ, ഒന്ന് ഓടി വാ. മുത്തശ്ശി, മുത്തശ്ശി, അയ്യോ മുത്തശ്ശി, എണീക്ക് മുത്തശ്ശി. എന്താ മുത്തശ്ശി? മുത്തശ്ശി എണീക്ക്. നീ ഇപ്പൊ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നു. അച്ഛാ, മുത്തശ്ശിക്ക് എന്താ പറ്റിയ? അതൊക്കെ പറ, നീ പോയി എടുത്തിട്ട് വാ. എനിക്കറിയില്ല അച്ഛാ. ഞാൻ പെട്ടെന്ന് നിലവിളി കേട്ട് ഓടി വന്നപ്പോ മുത്തശ്ശി ഇങ്ങനെ കിടക്കുകയായിരുന്നു. അച്ഛൻ ഒന്ന് പിടിച്ചേ, നമുക്ക് അങ്ങോട്ടേക്ക് എത്താം. മുത്തശ്ശി, കണ്ണു തുറക്കമ്മേ. അമ്മേ, മുത്തശ്ശി, അമ്മ കണ്ണു തുറക്ക്. അയ്യോ, എന്താ അമ്മേ? മുത്തശ്ശി, ഞാൻ ദേവികയാ. അയ്യോ, പ്രേതം. അമ്മ എന്നാക്കി പറയുന്നേ? അമ്മയുടെ സ്ഥലകാല ബോധമൊക്കെ നഷ്ടപ്പെട്ടോ? മനോഹര, ഞാൻ കണ്ടത് അവളെ. ആരെ? ഇവിടെയുണ്ട്, ഇവിടെ തന്നെയുണ്ട്. ആരാന്ന്? നിത്യമോള്. ഞാൻ അടുക്കളയിൽ പോയി വെള്ളം കുടിച്ചിട്ട് തിരിച്ചു വന്നപ്പോ ദേ അവിടെ നിൽക്കായിരുന്നു, മുടിയൊക്കെ അഴിച്ചിട്ട്. എന്റെ ബോധം അപ്പോഴേ പോയടാ. എന്റെ അമ്മയ്ക്ക് തോന്നിയതായിരിക്കും. ഒന്നുമല്ല, ഇവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. നീ എല്ലാരെയും കൂടെ പേടിപ്പിക്കടാ. അമ്മ എന്തിനാ രാത്രി പുറത്തിറങ്ങി? ഓ, എനിക്കറിയാവോ അവളുടെ ആത്മാവ് ഈ സമയത്താ വരുന്നേന്ന്? നിങ്ങളാരും കണ്ടില്ലേ അവളെ? ഇല്ല. മുത്തശ്ശിയുടെ നിലവിളി കേട്ടാ ഞാൻ ഓടി വരുന്നത്. അന്നേരം ഇവിടെ ആരും ഇല്ലായിരുന്നോ? എന്നോടായിരുന്നല്ലോ അവൾക്ക് സ്നേഹം കൂടുതല്. അതുകൊണ്ടായിരിക്കും എന്റെ മുമ്പിൽ മാത്രം വന്നത്. ഇനി എന്തൊക്കെ അനർത്ഥങ്ങളാണാവോ ഉണ്ടാകാൻ പോകുന്നത്? ഒരനർത്ഥവും ഉണ്ടാവില്ല മുത്തശ്ശി. അത് നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. നിത്യയും പാർവതിയും പോയതോടെ ഈ വീട്ടിലെ ചിട്ടകൾ മുഴുവൻ തെറ്റി. പണ്ടേ ഈ വീട്ടില് സന്ധ്യക്ക് നിലവിളക്ക് കത്തിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. നിന്റെ മരുമോക്ക് പിന്നെ എന്താടാ പണി? അവള് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേനും സന്ധ്യ കഴിയത്തില്ലേ അമ്മേ? എന്തായാലും അമ്മ പ്രാർത്ഥിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്ത് വേണമെന്നേ നാളെ രാവിലെ ആലോചിച്ചിട്ട് തീരുമാനിക്കാം. മോളെ, അമ്മയെ കൊണ്ട് കിടത്തു. മനോഹര, എനിക്ക് പേടിയാ ഒറ്റയ്ക്ക് കിടക്കാൻ. മോളെ, നിങ്ങൾ അമ്മയ്ക്ക് കൂട്ടുക. അതൊക്കെ ചെല്ലേ. അച്ഛനോട് ഞാനൊരു സത്യം പറയാം.
പേടിക്കരുത്. നിന്നെ കണ്ടിട്ടോ ഞാൻ പേടിക്കുന്നില്ല. പിന്നെയാണോ നീ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് ഞാൻ പേടിക്കാൻ പോണം? നീ കാര്യം എന്നാന്ന് വെച്ചാൽ പറയാം. നിത്യക്കുട്ടിയെ ഞാനും കണ്ടച്ചാ. ആദ്യം കണ്ടത് ഞാനാ. എന്റെ ജലാലവാതിൽ ഞാൻ കണ്ടു. നിത്യയുടെ ആത്മാവിന് ഇതുവരെ മോക്ഷം കിട്ടുന്നില്ല. അതിനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുക. എത്രയും പെട്ടെന്ന് പരിഹാരം ചെയ്യണം, ഇല്ലെങ്കിൽ അപകടം. സാധാരണ പ്രേതങ്ങള് നിന്നെ കണ്ട പേടിച്ച് ഓടേണ്ടതാണല്ലോ. നിത്യ മാത്രം എന്താ അങ്ങനെ ചെയ്യാതിരുന്നേ? ഞാൻ നോണ പറഞ്ഞല്ല അച്ഛാ. പ്രശ്നം. നിങ്ങൾ രണ്ടുപേരും മാത്രം ഇതുവരെ നിത്യയെ കണ്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാ ഞങ്ങളുടെ ആരുടെ മുന്നിൽ അവള് വരാത്തത്? അത് അവളോട് തന്നെ ചോദിക്കണം. അടുത്ത തവണ കാണുമ്പോഴേ ബോധം കിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ ചോദിക്കാം. ഓ, അപ്പൊ നീയും ബോധം കെട്ട് വീണോ? ഞാൻ ബോധം കെട്ടില്ല, ഏതാണ്ട് അതിന്റെ വക്ക് വരെ എത്തി. പ്രേതമല്ലേ, നമുക്ക് മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ നിത്യയുടെ ആത്മാവിന് ശാന്തി കിട്ടും. അതിന് വേണ്ട പരിഹാര ക്രിയകളും ചെയ്യണം, അല്ലെങ്കിൽ ഇനി അനർത്ഥങ്ങളുണ്ടാവും. നിത്യ പോയതിനു ശേഷമാ അമ്മയെ കാണാതായത്, അത് മറക്കണ്ട. പ്രഭാവതി അമ്മയെ കാറടിച്ചതും അതിനുശേഷം അതും മറക്കണ്ട. അത് തന്നെ. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും സംഭവിക്കും. തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. ദോഷങ്ങൾക്കുള്ള പരിഹാരം ചെയ്യണമെന്നാ എന്റെ അഭിപ്രായം. പരിഹാരം ചെയ്യണം, അതിന് കുരുതി തന്നെ വേണ്ടിവരും. പ്രിയേ, മിണ്ടണ്ട. ഇന്ന് ഇയാൾ പറയുന്നത് കേട്ടില്ലേ? എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കുറ്റം മുഴുവൻ പാവം നിത്യയുടെ ആത്മാവിന്. നീ കാരണം ഇവിടെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്ന. അമ്മയെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നീയാ. പ്രഭാവതി അമ്മയെ കാറിടിപ്പിച്ച് കൊല്ലാൻ നോക്കിയത് നീയാ. പ്രിയേ, നിന്നോട് ഞാൻ മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? ശരത്ത് പോയി കിടന്നുറങ്ങും. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ടൊരു തീരുമാനം പറയാം. അല്ലേ അച്ഛാ? അതെ, ഒന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം. എന്റെ മോടെ ആത്മാവ് മുന്നിൽ വന്നാ ഞാൻ ബോധം കെട്ട് വീഴത്തില്ല. അങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ അത് പേടി കൊണ്ട് മാത്രമാകത്തില്ല, കുറ്റബോധം കൊണ്ട് കൂടാവും.